നമ്മുടെ സ്നേഹം സാക്ഷി നിർത്തി ഞാൻ പറയാൻ കുറിച്ച് കൃത്യമായിട്ട് എന്നെ വിശ്വസിക്കും. നജാഫ് ഒരിക്കൽ പറഞ്ഞല്ല, പിന്നെ പറയാം, മാറ്റി പറയുന്ന ഒരു മാറ്റി പറയുന്ന ആളാണ്. അവൻ ചതിയനാണെന്ന് നിന്നെ മനസ്സിലാക്കുക. അവൻ ഈ കാണിക്കുന്ന വെറുപ്പും കാര്യമെല്ലാം എന്തിനാണെന്നറിയോ? നിന്നെ വിശ്വസിപ്പിക്കാനാണ്. അന്ന് എനിക്ക് കോൺഫറൻസ് കോളാന്ന് അറിഞ്ഞില്ലേനു. പിന്നെ ആലോചിച്ച് തരാൻ മനസ്സിലായി, ഞാനത് എഴുതിയിക്കല്ലോ. എനിക്ക് വാട്സപ്പിൽ അല്ല ഇതിൽ ടെലഗ്രാമിൽ കോൺഫറൻസ് കോളാന്ന് ചെയ്യാനുണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞില്ലേനോ, തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഞാനതാ വിചാരിച്ചു. പക്ഷെ എനിക്ക് അന്നത്തെ ഈ ടെൻഷനിൽ ഒന്നും എനിക്ക് ഓടിയില്ല. എനിക്ക് പെട്ടെന്ന് ഇതായില്ല. എൻ്റെ കോൾ വന്നിട്ട് നോർമൽ പോലെ തന്നെ നിന്ന് വേഗം ഇതാക്കുന്ന രീതിയിൽ അങ്ങ് അവോയ്ഡ് ചെയ്ത്. പക്ഷെ ഞാനതിൽ വേറൊന്നും വിചാരിച്ചില്ല. ഇതിൽ ഇത്രയും നീ കോളുണ്ടാകുന്നു. പിന്നെ എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തിങ്ങിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ എഴുതിയത് എനിക്കൊരു ഓർമ്മ വന്നു. ഞാൻ ടെലഗ്രാമിൽ അങ്ങനെ എഴുതിയിക്കല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നീ അവനെ കോൺഫറൻസ് കോൾ വെച്ചിട്ട് സത്യം അറിയേണ്ടിയിട്ട് ഇതാക്കിയെന്ന്. ഇതാക്കാനാ കുറച്ച് പെട്ടെന്ന് ഞാൻ ട്യൂബിലായിട്ട് എനിക്ക് പെട്ടെന്നൊന്നും ഓടൂല. എൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ഇവരെല്ലാം എന്നെ വെച്ച് കളിച്ച നാടകം കുറിച്ച് മനസ്സിലാക്കി. ചതിയാണ്, മൊത്തം ചതിയാണ്. എൻ്റെ അടുത്ത് ഫുൾ കോളും റെക്കോർഡെല്ലാം ഉണ്ട്. എനിക്ക് അയച്ചു തരണം എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്കൊന്നും പറ്റരുത്. ഇതാരും നീ കണ്ടിട്ട് നീ എന്തെങ്കിലും ആയിപ്പോകുന്നൊരു പേടിയുണ്ട്. എനിക്കിത് അയക്കണമെന്നുണ്ട്. മൊത്തമായിട്ട് നിനക്ക് അയച്ചു തരുന്നുണ്ട്. എല്ലാം ഫുൾ കോൾ കേട്ടാൽ നിനക്ക് മനസ്സിലാവും. അവൻ ഒരിക്കൽ പറയുന്നില്ല, പിന്നെ പറയുന്ന അവൻ നല്ല ഫ്രോഡാണ്. നല്ല വർത്താനം പറയാൻ നല്ലോണം അറിയാം. പക്ക ഫ്രോഡാണ് നജാഫ്. മനസ്സിലാക്കുക. സത്യമായിട്ട് മുറിച്ച് എന്നൊന്നും മനസ്സിലാക്കി എന്താ ഞാൻ പറയാം. ആകെ വേദന എനിക്ക്. ചതിയാണ്, മൊത്തം ചതിയാണ്. എനിക്ക് എപ്പോൾ എൻ്റെ വേദന തന്നെയാണ്. കുറച്ച് നല്ല പെയിനാണ്. ചതിയാണ്, മുഴുവൻ ചതിയാണ്. നജാഫ് പക്ക ഫ്രോഡാണ്, ചതിയനാണ്. ഞാൻ പറഞ്ഞ പോലെ നീ ഓനെ മറ്റേ ഇതുണ്ടായില്ലേ, സൈക്കോൻ്റെ ടെസ്റ്റ് ഉണ്ടായില്ല, മറ്റേ അതിന് നോക്കിയിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവും. അറിയില്ല ഇതെന്താ ഇങ്ങനെയാണെന്ന്. ഒരു നായ്ക്കളെല്ലാം എന്തെല്ലോ കളിച്ച് കൂട്ടുക. നീ എന്നെ വെറുക്കുന്നതെല്ലാം കാരണം ഇവരാണ്. ഞാനൊന്നും അറിയുന്നതിനില്ല. എൻ്റെ പേരും പറഞ്ഞ പല കളി ഇവർ കളിക്കുകയാണ്. നീ നജാഫിനായിട്ട് ഹിപ്നോട്ടിസം ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്, മനസ്സിലാവും. ജസ്റ്റ് എങ്ങനെയെങ്കിലും ഇവരൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ എഴുതുന്ന കാര്യങ്ങൾ തന്നെ അത് വേറെ ആരാന്ന് വരുത്തി തീർക്കേണ്ടിയിട്ടാണ് ഇവൻ്റെ കളി. നജാഫിൻ്റെ ലാസ്റ്റ് കോൾ അങ്ങനെയാണ്. എൻ്റെ ഫ്രണ്ടാറ്റം പറഞ്ഞിട്ടാണോ കളിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയാണ്. എൻ്റെ ജീവൻ എൻ്റെ വേദന എനിക്കറിയാം. ഞാൻ പിന്നെ ആരോടും അങ്ങനെ ഞാൻ നീ പോയാലെല്ലാവരോടും പറയുന്നുണ്ട് മുർശി. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ഷുഹൈബിനോട് പറയുന്നില്ലാണ്ട് വേറെ ആരോടും ഞാൻ പറയില്ല. എനിക്കെന്താ ബോധവും കാര്യമില്ല. ഞാൻ എന്താ പറയുക, നമ്മളെ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടായില്ല. ഞാൻ മുർശി അവരോട് സംസാരിക്കലാണ്ട് വേറെ പുതിയ ആളോടൊന്നും സംസാരിക്കണമെന്നില്ല. എൻ്റെ സ്നേഹവും ജീവിതവും എല്ലാം നീ തന്നെയല്ല. നല്ല പെയിനുണ്ട്, മൊത്തം ചതിയാണ്. എനിക്ക് എന്താ ആവശ്യം നീ മനസ്സിലാക്കി എന്നെ മനസ്സിലാക്കാൻ കുറച്ച് ശ്രമിക്കുക. ചില ചതിയാണ് മൊത്തം. ഇനിയിപ്പോൾ ഇതാരെങ്കിലും പറഞ്ഞെന്ന് പറയുന്നതെന്ന് പറയണ്ട. എനിക്കാകെ ഇപ്പം കൂട്ടിനിതാ ഒരു നായ്ക്കുട്ടിയുണ്ട്. കുറച്ച് കളിപ്പിക്കുമ്പോൾ ഒന്നും മനസ്സിന് റിലാക്സേഷൻ. എനിക്കൊന്നും പറ്റരുത്. സത്യമല്ല അറിഞ്ഞാൽ നിനക്കൊന്നും പറ്റരുത്. ഇതാ എനിക്ക് ഭയങ്കര പെയിനാണ്. നിനക്കൊന്നും പറ്റിയില്ല. പിന്നെ ഈ ഒരു ഓൺലൈൻ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം. എവിടെയും വന്ന് നിന്നൊന്ന് കാണുമ്പോൾ എനിക്കൊരു സമാധാനം. ഞാൻ സ്നേഹിച്ച ആർക്കും ഒന്നും പറ്റരുത്. എനിക്ക് സഹിക്കില്ല. ഞാൻ കാരണം ഒന്നും പറ്റരുത്. മനസ്സിലാക്കാൻ കുറച്ച് എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇപ്പം ഞാനൊരു എന്താ പറയുക, മനസ്സെല്ലാം മുരടിച്ച ഒരു മരവിപ്പ്. അതുകൊണ്ട് എനിക്ക് എക്സ്പ്രഷനും കാര്യമൊന്നും വരില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ നല്ലോണം നേറുന്നുണ്ട്. സത്യമായിട്ട് എന്നെ മനസ്സിലാക്കി. ഇത് മൊത്തം എന്താ പറയുക, ഇവരെ കളിയാ മൊത്തം. ഈ നജാഫും ജംഷീറിലും പക്ക ഫ്രോഡുകളാണ്. നീ എപ്പോൾ ഇവരെ മനസ്സിലാക്കുന്നു? ഇങ്ങനെ മനസ്സിലാക്കണം. ഞാൻ ഇതിൽ കുറേ വീഡിയോസെല്ലാം ഇനി അപ്ലോഡ് ചെയ്യാൻ കണ്ടിട്ട് വേറെ ആരും കാണ്ടിട്ട് ഇടുന്നതല്ല. നീ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന. സത്യം അറിയിക്കാൻ പരമായില്ല. ഞാൻ ഉള്ളുകൊണ്ട് നല്ലോണം നേർന്നു. നല്ല പെയിനുണ്ട്. ഇവരെ ചതിയിൽ നീ ഇങ്ങനെ പെട്ട് നിൽക്കുന്നതിന് നല്ല പെയിനുണ്ട്. സത്യം നീ അറിയണം. ഇതൊന്നല്ല സത്യം. ഇതെല്ലാം എനിക്ക് എല്ലാം നമ്മളെ സ്നേഹം സത്യമുണ്ട്. എനിക്ക് പലതും അറിയാൻ പറ്റുന്നു. എനിക്ക് എന്താ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. നജാഫിൻ്റെ എല്ലാ ക്യാരക്ടർ ഇപ്പോൾ ഉള്ള പോലെ ബിഹേവിയറും കാരണം വെച്ച് കാര്യങ്ങൾ വെച്ചാൽ തന്നെ മനസ്സിലാവും. അവൻ്റെ കൂടെ നിൽക്കുമ്പോഴുള്ള അവൻ്റെ ക്യാരക്ടർ ചേഞ്ചും കാര്യമെല്ലാം വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ.
ചതിയാണ്, മൊത്തം ചതിയാണ്. ഞാൻ നായിൻ്റെ മക്കളോട് ഞാൻ കൂടണ്ടേനും പിന്നെയും കൂട്ടുകൂടിയത് ഏറ്റവും വലിയ ഫോൾട്ടായത്. ലൈഫിലെ ഏറ്റവും വലിയ തെറ്റായിപ്പോയി ആയിട്ടുള്ളോട് കൂട്ടുകെട്ടാൻ. ജാഫിൻ്റെ അടുത്ത് കാറുണ്ടേനു. ഈ ഒരു സന്തോഷത്തിൽ എനിക്ക് നമ്മൾ പാവപ്പെട്ടല്ലേ അങ്ങനെ വെച്ചാൽ കാറും കാര്യമെല്ലാം കാണുമ്പോൾ ഒരു ആവേശത്തിന് ഇതായതാണ്. ഇപ്പം നല്ല പണിയും കാര്യമെല്ലാം ഉണ്ട് കേട്ടോ, ഇതൊന്നും ഒരു കുറവൊന്നുമില്ല, പണിയെല്ലാം ഉണ്ട്, നല്ല സന്തോഷമാണ്. പക്ഷേ എനിക്ക് ചതിപ്പെടും, നമ്മളെ സ്നേഹം ഇല്ലാണ്ടാക്കേണ്ടിയിട്ട് ഇവരെ കളി മൊത്തം മനസ്സിലാക്കിയോ, മൊത്തം ചതിയാണ്. എന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് വേറെ വഴിയില്ല. ഞാനിത് നാണം കെട്ടിട്ടില്ല. ഷുഹൈബിന് മെസ്സേജ് അയക്കുന്ന, ഷുഹൈബ് അവക്കെന്ന പറ്റിയോ, അവക്കെന്ന പറ്റിയോ, എന്ന് അവക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത്, അല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ല. അവനെ കോൾ ചെയ്ത് പറഞ്ഞാൽ നീ ഒരു ഓൺലൈനിലെല്ലാം അവൻ ഒന്നും പറ്റിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു സമാധാനം. അത്ര തന്നെ എൻ്റെ ലൈഫ്. എനിക്കതാ ഹാപ്പി. ഞാൻ ഈ ലൈഫിന് വേണ്ടി പറയുന്ന കാര്യമല്ല, ഞാൻ പറഞ്ഞതാണ്. എനിക്കതാ സന്തോഷം. അതില്ലാണ്ടായ ഞാൻ ആകെ നിന്നൊന്ന് ഓൺലൈനിൽ കാണണം, നിനക്കൊന്നും പറ്റരുതെന്ന് അറിയണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പി.